നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ നടന്ന ചർച്ചകൾ 2 ദിവസത്തെ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ചൈനീസ് സന്ദർശനം ഇതിനെ ലോകം എമ്പാടും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഉറ്റുനോക്കിയത്. എന്നാൽ പ്രതീക്ഷയ്ക്കൊത്ത കാര്യങ്ങളിൽ അഭിപ്രായ ഐക്യം ഉണ്ടായില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വിശദമായ ചർച്ചകൾ കഴിഞ്ഞ 2 ദിവസവും നടത്തിയിരുന്നു. ഈ ചർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യാപാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ കഴിഞ്ഞ കുറേ കാലമായി വ്യാപാര തർക്കത്തിലാണ്. ചൈന അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ തീരുവ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുന്നു. ഇത് അമേരിക്കയും തിരിച്ചടിക്കുന്നു. ഇങ്ങനെ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ തീരുവ വർദ്ധിപ്പിച്ചുകൊണ്ട് അമേരിക്കയും തിരിച്ചടിക്കുന്നു. ഇങ്ങനെ ചൈനയും അതുപോലെ തന്നെ അമേരിക്കയും തമ്മിൽ വ്യാപാര തർക്കം കഴിഞ്ഞ കുറേ നാളുകളായിട്ടുണ്ട്. ചൈനീസ് കമ്പനികൾക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചിട്ടുണ്ട് അമേരിക്ക. ഇതിലെല്ലാമാണ് പ്രധാനമായും ചർച്ച നടന്നത്. ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സമ്മതിക്കാതെ വയ്യ. കാരണം അമേരിക്കയുടെ ബോയിങ് വിമാനങ്ങൾ വാങ്ങാൻ ചൈന തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 200 ബോയിങ് വിമാനങ്ങളാണ് ഇനി ചൈന വാങ്ങുക. അമേരിക്കൻ കമ്പനിയായ ബോയിങ്ങിന് വലിയ നേട്ടമാണ്. ഈ 200 എണ്ണത്തിൽ ഒതുങ്ങില്ല വാങ്ങലെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതാണ്ട് 750ഓളം വിമാനങ്ങൾ ബോയിങ്ങിൽ നിന്ന് വരും ദിവസങ്ങളിൽ ചൈന വാങ്ങുമെന്നാണ് വ്യവസായ രംഗത്തെ പ്രമുഖർ വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ ചൈനയ്ക്ക് ഗുണകരമായ മറ്റൊരു പ്രഖ്യാപനം വന്നു. അത് മറ്റൊന്നുമല്ല, ചൈനീസ് എണ്ണ കമ്പനികൾക്ക് മേൽ അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്ന ഉപരോധം അമേരിക്ക പിൻവലിക്കുമെന്ന വാഗ്ദാനമാണ് ചർച്ചകൾക്ക് ശേഷം ഡൊണാൾഡ് ട്രംപ് നൽകിയത്. അതായത് വ്യാപാര രംഗത്ത് ഒരു ഗീവ് ആൻഡ് ടേക്ക് നടന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നമുക്കറിയാം, അമേരിക്കൻ കമ്പനികളാണ് ലോകോത്തരമായ വിമാനങ്ങൾ നിർമ്മിക്കുന്നത്. അക്കാര്യത്തിൽ അമേരിക്കയ്ക്കൊരു കുത്തകാവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ ചൈന 750ഓളം ബോയിങ് വിമാനങ്ങൾ വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു നേട്ടം പൂർണ്ണമായും അമേരിക്കയ്ക്കല്ല, 2 രാജ്യങ്ങൾക്കുമാണ്. സാങ്കേതിക വിദ്യ അതുപോലെ തന്നെ ഉന്നത നിലവാരമുള്ള വിമാനങ്ങൾ, ഇതെല്ലാം ചൈനയുടെ വളർച്ചയ്ക്ക് തീർച്ചയായും വലിയ മുതൽക്കൂട്ടാവും. അതുകൊണ്ട് തന്നെ ചൈന ഇതൊരു വലിയ നേട്ടമായി കാണുന്നു. അമേരിക്കയും നേട്ടമായി കാണുന്നുണ്ട്. കാരണം അമേരിക്കയുടെ ബോയിങ് കമ്പനിക്ക് ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഉത്തേജനം ലഭിക്കും. അമേരിക്കയുടെ തൊഴിൽ രംഗത്തിന് ഉത്തേജനം ലഭിക്കുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്നത് ഈ ഉപരോധമാണ്. പശ്ചിമേഷ്യയിൽ ഇപ്പോഴും സംഘർഷം നടക്കുകയാണ്. വെടിനിർത്തൽ ഇപ്പോൾ നിലവിലുണ്ട് എങ്കിലും അവിടെ പ്രതിസന്ധി തുടരുകയാണ്. ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞു തന്നെ കിടക്കുകയാണ്. അമേരിക്കൻ കമ്പനികൾ അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടം ചൈനീസ് കപ്പലുകൾക്ക് മേൽ ഇത്തരത്തിലുള്ള ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എണ്ണ കപ്പലുകൾക്ക് മേലാണ് ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ ഉപരോധമാണ് ഇപ്പോൾ നീങ്ങാൻ പോകുന്നത് എന്ന വാർത്തയാണ് വരുന്നത്. ഇതെല്ലാം പക്ഷേ അമേരിക്കയിൽ ചെന്ന് വിശദമായി കാര്യങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷമേ നടപ്പാക്കൂ എന്ന ഒരു ഉപാധി കൂടി ഡൊണാൾഡ് ട്രംപ് ഈ ചർച്ചയിലുടനീളം വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം ചർച്ചയുടെ രണ്ടാമത്തെ വിഷയമായ ഇറാൻ, ഇറാൻ്റെ കാര്യത്തിൽ ഏതാണ്ട് അഭിപ്രായ ഐക്യം 2 രാജ്യങ്ങൾക്കുമുണ്ട്. പക്ഷേ ആ അഭിപ്രായ ഐക്യം മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിലേക്ക് നയിക്കില്ല എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. അതായത് ഇറാൻ ഒരു കാരണവശാലും ആണവായുധം നിർമ്മിക്കരുത് എന്ന് അമേരിക്ക വാദിക്കുന്നുണ്ട്. ചൈനയും ഈ വാദത്തോട് ഔദ്യോഗികമായിട്ടാണ് എങ്കിൽ പോലും യോജിക്കുന്നുണ്ട്. ചൈന ഇറാൻ്റെ ഒരു സഖ്യ രാജ്യമാണ്, ഒരു സൗഹൃദ രാജ്യമാണ്. എന്നിട്ടുകൂടി ചൈന ഇത്തരത്തിൽ ആണവായുധം ഇറാൻ നിർമ്മിക്കാൻ പാടില്ല എന്ന നിലപാട് ഈ ചർച്ചയിൽ ഉടലെടുക്കുന്നു. പക്ഷേ അതെങ്ങനെ ഇറാനെ കൊണ്ട് സമ്മതിപ്പിക്കും, എങ്ങനെയാണ് ഈ ഒരു പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് അയവ് വരുത്തുന്ന രീതിയിൽ ഈ നിലപാടുകൾ പോവുക എന്നതിനെക്കുറിച്ച് തീരുമാനമൊന്നും ഇരു രാജ്യങ്ങളും ചർച്ചകളിൽ എടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിൽ 3 ചൈനീസ് കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് അമേരിക്കൻ പ്രസിഡന്റും അതുപോലെ തന്നെ ഷീ ജിൻപിങ്ങും ചർച്ചകൾ നടക്കുന്നതിനിടെ കടന്നു എന്ന വാർത്തയും വരുന്നുണ്ട്. അതായത് അമേരിക്ക ചൈനീസ് കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ ഹോർമൂസ് കടലിടുക്കിൽ ചൈനീസ് കപ്പലുകൾ ഇറാനിൽ നിന്നും പുറത്തേക്ക് പോകേണ്ടതുണ്ട്. ഇറാൻ്റെ എണ്ണയും വഹിച്ചുകൊണ്ടാണ് ഈ കപ്പലുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കപ്പലുകളെ തടയുകയാണ് അമേരിക്കൻ നാവികസേന ചെയ്യുന്നത്. വലിയ രീതിയിലുള്ള നാവികസേനാ വിന്യാസമാണ് അമേരിക്ക ഇപ്പോൾ ഹോർമൂസിൽ നടത്തിയിരിക്കുന്നത്. ആ സേനാ വിന്യാസത്തോട് കിടപിടിക്കാൻ അല്ലെങ്കിൽ അതിനെ കവച്ചു വയ്ക്കാൻ ചൈനയ്ക്ക് സാധിക്കുന്നില്ല.
അതുകൊണ്ട് തന്നെ അമേരിക്കൻ സൈന്യം തടയുന്ന കപ്പലുകൾ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതിലുള്ള 3 കപ്പലുകളാണ് ഇപ്പോൾ ഹോർമൂസ് കടലിടുക്ക് കടന്ന് ചൈനയിലേക്ക് എത്തിയിരിക്കുന്നത്. ചൈനയുടെ ഇന്ധന പ്രതിസന്ധി ഒരു പരിധിവരെ കുറയ്ക്കുന്ന നടപടിയാണിത്. മാത്രമല്ല ഇറാനും ഇതൊരു വലിയ ആശ്വാസമാണ്. ഇറാൻ്റെ എണ്ണയാണ് ഈ 3 കപ്പലുകളിലൂടെ അതിർത്തി കടന്ന് ഹോർമൂസ് കടലിടുക്ക് കടന്ന് ചൈനയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ സാമ്പത്തികമായി നട്ടലൊടിഞ്ഞു നിൽക്കുന്ന ഇറാന് ഇതൊരു ആശ്വാസമായി തീരുകയും ചെയ്യും. എന്തായാലും അമേരിക്ക ഇത് തുടർന്നും അനുവദിക്കുമോ എന്നറിയില്ല. പ്രസിഡന്റുമാർ തമ്മിൽ ചർച്ച നടക്കുന്ന സമയത്ത് ഹോർമൂസ് കടലിടുക്കിൽ ഇങ്ങനെ ഒരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തായ്വാൻ്റെ കാര്യത്തിലും യഥാർത്ഥത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ 2 രാജ്യങ്ങളും തമ്മിലുണ്ട്. തായ്വാൻ ഒരു സ്വതന്ത്ര രാജ്യമല്ലെന്നും അത് ചൈനയുടെ ഭാഗമാണ് എന്നും എത്രയും വേഗം സൈനിക നടപടിയിലൂടെ തായ്വാനെ പിടിച്ചെടുക്കുമെന്നുമാണ് ചൈന പറയുന്നത്. എന്നാൽ തായ്വാനെ സൈനികമായി പിടിച്ചെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും എതിർക്കുമെന്ന് അമേരിക്കയും പറയുന്നു. അമേരിക്ക എതിർക്കുന്നത് കൊണ്ടാണ് ചൈന ആ നടപടിയിലേക്ക് ഇതുവരെ കടക്കാത്തത്. മാത്രമല്ല അമേരിക്ക തായ്വാന് സൈനികമായി പോലും പലതരത്തിലുള്ള സഹായങ്ങൾ നൽകി വരുന്നുണ്ട്. $1400 കോടി വമ്പൻ സഹായമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ സഹായം ഒന്ന് പുനഃപരിശോധിക്കുമെന്നൊരു ചെറിയ പ്രസ്താവന ട്രംപ് ഈ ചർച്ചയ്ക്കിടെ നടത്തിയിട്ടുണ്ട്. അതായത് ഇങ്ങനെ ചൈനയിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ ഇങ്ങനെ തായ്വാൻ ഇപ്പോൾ ശ്രമിക്കേണ്ടതില്ല എന്നൊരു പ്രസ്താവന ട്രംപ് നടത്തി എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ $1400 കോടി ഈ ഒരു സഹായ പ്രഖ്യാപനം അത് മാറ്റിവെക്കുന്നുവെന്ന് ട്രംപ് ചർച്ചയിൽ പറഞ്ഞു. ഇത് തായ്വാനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. ഇത് ചൂണ്ടിക്കാട്ടി അല്ലെങ്കിൽ ഇത് റിപ്പോർട്ട് ചെയ്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പക്ഷേ അമേരിക്കൻ ഭരണകൂടം മാർക്കോ റൂബിയോ അടക്കമുള്ള അമേരിക്കയുടെ മറ്റ് നേതാക്കൾ പറഞ്ഞത് ഒരു കാരണവശാലും തായ്വാൻ നയത്തിൽ അമേരിക്ക മാറ്റം വരുത്തിയിട്ടില്ലെന്നും ഈ $1400 കോടിയുടെ സഹായം കൊടുക്കാനുള്ള ആ നടപടിക്രമങ്ങൾ അത് നടക്കുകയും തടസ്സമില്ലാതെ നടക്കുമെന്നുമാണ് ഇപ്പോൾ മാർക്കോ റൂബിയോ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വ്യക്തമായ തീരുമാനങ്ങൾ, വ്യക്തമായ അഭിപ്രായ രൂപീകരണം ഇതൊന്നും തന്നെ കഴിഞ്ഞ 2 ദിവസമായി നടന്ന ചർച്ചകളിൽ ഉണ്ടായില്ല. പക്ഷേ ചൈനീസ് കപ്പലുകളുടെ അല്ലെങ്കിൽ എണ്ണ കമ്പനികളുടെ ഉപരോധം നീക്കാൻ കഴിഞ്ഞത് ചൈനയ്ക്കും. ബോയിങ്ങിൽ നിന്ന് ഏതാണ്ട് 750 വിമാനങ്ങൾ വാങ്ങാനുള്ള ചൈനീസ് തീരുമാനം അമേരിക്കയ്ക്കും ഗുണം ചെയ്തു എന്നാണ് കണക്കാക്കുന്നത്. തായ്വാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ചങ്കിടിപ്പ് കൂട്ടി എന്നല്ലാതെ ചൈന അമേരിക്ക ഉച്ചകോടിയിൽ പ്രോത്സാഹജനകമായ തീരുമാനങ്ങളൊന്നും ഉണ്ടായില്ല. മാത്രമല്ല ഇറാൻ വിഷയത്തിലും പശ്ചിമേഷ്യൻ സംഘർഷത്തിലും ഒന്നും തന്നെ കാര്യമായ സംഭാവനകൾ നൽകാൻ ഈ ചർച്ചകൾക്ക് സാധിച്ചിട്ടുമില്ല.